Hi, Namaste, welcome back viewers, welcome back to my channel Trader. ഫോറക്സ് മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, ഇതിൽ നമുക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, കറക്റ്റായിട്ടുള്ള എൻട്രി എങ്ങനെ കണ്ടെത്താം, അതിൽ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ അതേപോലെ കറൻസി പേരിൽ കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന 3 പേഴ്സ്, ഒന്ന് GBP USD, യൂറോ USD, അതേപോലെ USD JPY. ഇതിൻ്റെ മൂന്നിൻ്റെയും പെർഫോമൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ ഞാൻ ക്രിപ്റ്റോ ബിറ്റ്കോയിൻ്റെ പെർഫോമൻസ്, ബിറ്റ്കോയിനിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് അപ് ട്രെൻഡ്, 3 ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് അപ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ ഈ 3 ദിവസമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പോയി നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള മാർക്കറ്റിൻ്റെ കയറ്റം നല്ല റിട്ടേൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡും കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. ഇന്നലെ മോർണിംഗിൽ സൈഡ് വേസ് ആയിരുന്നു. ഞാൻ എൻ്റെ ഷോർട്ട് ഇട്ടിരുന്നു. മോർണിംഗിൽ നമുക്ക് കണ്ടാൽ അറിയാം സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ സൈഡ് വേസ് കാണിച്ച് സോഫ്റ്റ്വെയർ സ്ട്രോങ് ആയിട്ട് ഡൗൺ സൈഡ് ഇല്ലാത്തതുകൊണ്ടാണ് അത് അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞ് ബൈ കയറി അതിപ്പോഴും കണ്ടിന്യൂസ് ചെയ്ത് തുടരുന്നു. 68 പോയിൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സിൽവറിലും അതേപോലെ തന്നെ നമുക്ക് സെല്ല് തന്നെങ്കിലും കൺഫേം ആകാതെ തിരിച്ച് മാർക്കറ്റ് കയറും എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ബൈ തന്നെയാണ്. ഇന്നലെ നമുക്കൊരു 7:30 കഴിഞ്ഞ ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡിൽ കയറി, ഇന്നും അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു. 3 ടാർഗറ്റും ഹിറ്റിന് ശേഷം സ്ട്രോങ് ബൈ തന്നെയാണ്. GBP USD നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് 3 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. 30 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് ആക്യുറസി നമുക്ക് തന്നിട്ടുണ്ട്. ടൈം ഫ്രെയിമിൻ്റെ ആക്യുറസി നമുക്ക് എടുക്കുന്ന ടൈം ഫ്രെയിം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടും. ഫേക്കായിട്ട് പോകുന്ന ട്രേഡുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. 30 മിനിറ്റ്സും 1 അവറൊക്കെയാണ് കുറച്ചുകൂടെ ആക്യുറസി വരുന്നത്. അതിൽ 50 ബിറ്റ്കോയിനൊക്കെ 15നും നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ യൂറോസ്റ്റ് നോക്കുകയാണെങ്കിൽ യൂറോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബൈ തന്നെയാണ്. പക്ഷേ ഇന്നലെ ഈവനിങ്സ് ആയ സമയത്ത് നമുക്ക് സെല്ല് വന്നെങ്കിൽ കൺഫേം ഇല്ല എന്നുള്ളൊരു എക്സ്ട്രാ കളറിൻ്റെ ഇൻഡിക്കേഷൻ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് മാർക്കറ്റ് 5:30 കഴിഞ്ഞ ശേഷം ബൈ കയറിയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സെയിം USD JPY നോക്കുകയാണെങ്കിൽ ഇന്നലെ സൈഡ് വേസ് ആയിരുന്നു. ഞാൻ വ്യക്തമായിട്ട് സ്റ്റോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയെങ്കിലും നമുക്ക് സെല്ലില്ലാതെ തന്നെ തിരിച്ച് കയറുമെന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നു. അതുകൊണ്ടാണ് എക്സ്ട്രാ കളർ അവിടെ ഇൻഡിക്കേഷൻ തന്നത്. ആ ബൈ നല്ലൊരു കയറ്റമായിരുന്നു. അപ്പോൾ ഇന്ന് 1:30 ശേഷം നമുക്ക് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നെക്സ്റ്റ് റീ എൻട്രി തന്നിട്ടുണ്ട്. സിമ്പിളാണ് ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ബൈ സിഗ്നലിൽ വരുന്ന സമയത്ത് ക്യാൻഡിൽ കളർ, താഴത്തെ ബാർ കളർ രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. ഇവിടെ ലാസ്റ്റ് ബൈ ഗോൾഡിൽ ലാസ്റ്റ് ബൈ വന്ന സമയം ഒരു 8:30ക്കാണ്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. സിഗ്നലിൽ വന്ന സമയത്ത് ഫസ്റ്റ് ക്യാൻഡിൽ ഓറഞ്ച് ആയിരുന്നു. നെക്സ്റ്റ് ഗ്രീൻ വന്ന സമയത്ത് താഴെ ഓൾറെഡി ഗ്രീൻ ഉള്ളതുകൊണ്ട് അവിടെ എടുക്കുക. അവിടെ നിന്ന് ആ മാർക്കറ്റ് നേരെ കയറി തിരിച്ച് ഇന്നും മാർക്കറ്റ് ആ അപ്റ്റൻ്റെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു. അതേപോലെ തന്നെ അതിൽ 50 മിനിറ്റ്സിൽ നമുക്ക് നോക്കിയാൽ കാണാം. 50 മിനിറ്റ്സിൽ ഇന്ന് നമുക്ക് 8:15 ശേഷം വന്ന ബൈ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ബൈ ഇൻഡിക്കേഷനിൽ 3 ടാർഗറ്റ് ഇന്ന് 48 പോയിൻറ്റ്സോളാണ് ബൈ കയറി നിൽക്കണേ. നമുക്ക് മോർണിംഗിൽ സെല്ല് വന്നെങ്കിലും നമുക്ക് താഴെ ഗ്രീൻ കളർ ആയതുകൊണ്ട് നമുക്ക് ബൈ തന്നെ ഹോൾഡ് ചെയ്യാം. റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്യുന്ന സ്ട്രോങ് ബ്രേക്കാണെന്ന് അവിടെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ സിൽവറിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ആയിരുന്നു. ഇന്നലെ വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി. നമുക്ക് ഇടയ്ക്ക് സെല്ല് വന്നെങ്കിൽ കൺഫേം ഇല്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ താഴത്തെ ബാർക്കളിലൂടെ മനസ്സിലാക്കാൻ പറ്റി. സെയിം നമുക്ക് GBP USDയിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈ തന്നെ തുടരുന്നു. റെസിസ്റ്റൻസ് പിന്നെയും കട്ട് ചെയ്ത് മാർക്കറ്റ് കയറുക തന്നെയാണ്. അതേപോലെ തന്നെ USDയിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇടയ്ക്ക് സെല്ല് വന്നെങ്കിൽ കൺഫേം ആയില്ല. കളർ ചേഞ്ച് ആണ് തന്നിരുന്നത്. സെയിം USD JPY നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ന് സെല്ല് വന്നിട്ടുണ്ട്. 1:30 ശേഷമാണ് മോർണിംഗിൽ ആ ബൈ തന്നെ തുടർന്നു. അത് കഴിഞ്ഞ് എക്സിറ്റ് ലെവലിൽ നമുക്ക് ഓറഞ്ച് കളർ തന്നു. പിന്നെ സെല്ല് ഇൻഡിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് അവിടെ കൺഫേം ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാവുന്ന അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതേപോലെ ക്രിപ്റ്റോയിൽ നോക്കുകയാണെങ്കിൽ 30 കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് അപ് ട്രെൻഡ് തന്നെയാണ്. അതിൽ 15 മിനിറ്റ്സും വെക്കാവുന്നതാണ്. ഇതിൽ ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് കണ്ടിന്യൂഷൻ തന്നെ പോവുകയാണ്. നമുക്ക് 90 ശേഷം പിന്നെ ഒരു സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. താഴത്തെ ബാർ കളറും ക്യാൻഡിൽ കളറും എല്ലാം നമുക്ക് ബൈ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത്. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് സൊല്യൂഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.